എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസേഴ്സിൽ ഒരെണ്ണമുണ്ട് ഞാൻ റിവ്യൂവിന് കാണിക്കുന്നത്. ഡോട്ട് ആൻഡ് കീയുടെ 72 Hour ഹൈഡ്രേറ്റിംഗ് ജെൽ മോയ്സ്ചറൈസർ വിത്ത് പ്രോബയോട്ടിക് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസും കോൺസും ഉണ്ട്, നമുക്കെല്ലാം ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ പ്രോസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ കാര്യമാണ്. ഒരു വാട്ടറി ജെൽ ടൈപ്പ് ടെക്സ്ചറാണ് ഇതിനുള്ളത്. നല്ല ഈസി ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ആവും, പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവുകയും ചെയ്യും. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു ജെൽ ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഇതിൻ്റെ മറ്റൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ആക്റ്റീവ്സിനൊപ്പം ഏത് സമയത്ത് ഇത് യൂസ് ചെയ്യാം. AM റൂട്ടീനിലും PM റൂട്ടീനിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ആക്റ്റീവ്സിനൊപ്പം, അതായത് റെറ്റിനോയിഡ്, HA, BHA അതേപോലെ എല്ലാ ആക്റ്റീവ്സിനൊപ്പം നമുക്കിത് യൂസ് ചെയ്യാം. ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫൈനൽ ലുക്ക് വളരെ അടിപൊളിയാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്യൂവി ലുക്കാണ് തരുന്നത്. നമ്മുടെ സ്കിന്നിന് നല്ലൊരു പ്ലംബി ലുക്കും കൂടി ഇത് കൊണ്ടുവരുന്നുണ്ട്. സാധാരണ ചില മോയ്സ്ചറൈസേഴ്സ് സൺസ്ക്രീനിലേക്ക് ഒപ്പം യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെവിനെസ് തോന്നും, ഒരു ഗ്രീസിനെസ് ഒക്കെ വന്ന് നിൽക്കും ഫൈനൽ ലുക്കിൽ. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ആ ഒരു ഡ്യൂവി ഹെൽത്തി പ്ലംബി ലുക്ക് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈവനിങ് വരെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു മോയ്സ്ചറൈസറിൽ ഹൈലൂറോണിക് ആസിഡും റൈസ് വാട്ടറൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിൻ ബാരിയറിനെ റിപ്പയർ ചെയ്യാനും സ്കിൻ ബാരിയറിനെ ഹെൽത്തി ആക്കി മാറ്റാനുമുള്ള നല്ലൊരു മോയ്സ്ചറൈസറും കൂടിയാണ്. സ്കിന്നിന് വേണ്ടുന്ന ആ ഒരു ഹൈഡ്രേഷനും നറിഷ്മെൻറ്റൊക്കെ തന്ന് സ്കിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന സമയത്തൊന്നും ഞാൻ ഇതുവരെ ആക്നിയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കൂടുതലായിട്ട് ഒന്നും കണ്ടിട്ടില്ല. അതായത് ആക്നി പ്രോൺ സ്കിന്നും ഇത് സേഫായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കോൺസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് പറയാനുള്ളത് ഇതിൻ്റെ പാക്കേജിങ്ങിൻ്റെ കാര്യമാണ്. ഇതൊരു ഗ്ലാസ് ജാർ പാക്കേജിംഗ് ആണ്. അപ്പോൾ ഇത് അത്രയ്ക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൗട്ട്ഫുള്ളാണ്. കുറച്ച് ക്ലംസി ആയിട്ടുള്ള കൈകളുള്ള ആൾക്കാരും കൂടിയാണെങ്കിൽ കയ്യിൽ നിന്ന് പെട്ടെന്ന് താഴെ വീണ് പൊട്ടാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ കോൺ. പിന്നെ ഇതൊരു ജാർ പാക്കേജിങ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹൈജീൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള കൈ വെച്ചിട്ട് മാത്രമേ ഇതിൽ നിന്ന് പ്രോഡക്റ്റ് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സ്പാറ്റുല കീപ്പ് ചെയ്യാം. ചില സമയം ഇത് വാങ്ങിക്കുമ്പോഴത്തേനും അത് സ്പാറ്റിൽ കിട്ടാറുണ്ടോ. ഞാനിത് 3rd ബോട്ടിലാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാനിത് സ്റ്റാർട്ട് ചെയ്തത് മിനി ബോട്ടിൽ വെച്ചിട്ടാണ്. ഇവരുടെ മിനീസ് അവൈലബിൾ ആണ് കേട്ടോ. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണിത്. ഇതിൻ്റെ 60 ml 595 rupees-ഉം 25 ml 350 rupees-ഉമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുവാണെങ്കിൽ 25 ml വാങ്ങിച്ച് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്ന് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ വലിയ ബോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോയിന്റ് തന്നെയാണ് ഇതിൻ്റെ സെക്കൻഡ് കോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ്, ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ്. പക്ഷേ പലപ്പോഴും ഡോട്ട് ആൻഡ് കീ വെബ്സൈറ്റിൽ നല്ല ഓഫേഴ്സ് വരാറുണ്ട് കേട്ടോ. ആ സമയത്ത് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാഷ് സേവ് ചെയ്യാം. പ്ലസ് നമുക്കൊരു കൂപ്പൺ കോഡ് കൂടിയിട്ടുണ്ട്. ക്രേസി 10 എന്നുള്ളതാണ് നമ്മുടെ കൂപ്പൺ കോഡ്. ആ ഒരു കൂപ്പൺ കോഡ് ഡോട്ട് ആൻഡ് കീ വെബ്സൈറ്റിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഓൺഗോയിങ് ആയിട്ടുള്ള അവരുടെ ഓഫേഴ്സ് കൂടാതെയാണ് നമുക്കൊരു 10% എക്സ്ട്രാ ഓഫർ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. 3rd കോൺ എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയ രീതിയിൽ ഫ്രേഗ്രൻസ് അടങ്ങിയിട്ടുണ്ട്. ഫ്രേഗ്രൻസ് എന്ന് പറയുമ്പോൾ ഇവർ ഹൈപ്പോ അലർജനിക് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ് ചേർത്തേക്കുന്നത്. വളരെ മൈൽഡാണ് കേട്ടോ. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നാണ്, പക്ഷേ സെൻസിറ്റീവ് നോസും കൂടിയിട്ടാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഈ ഒരു ഫ്രേഗ്രൻസ് കൊണ്ടിട്ട് ഒരു അലർജി ഉണ്ടാവുകയോ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. സേഫാണ് സ്കിന്നിന്. പക്ഷേ നിങ്ങൾ ഒട്ടും തന്നെ ഫ്രേഗ്രൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു മോയ്സ്ചറൈസർ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. 4th കോൺ എന്ന് പറയുന്നത് ഈ ഒരു മോയ്സ്ചറൈസർ സ്യൂട്ട് ആവുക ഓയിലി നോർമൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്കാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടത്ര മോയ്സ്ചറൈസേഷനോ അല്ലെങ്കിൽ നറിഷ്മെൻറ്റോ ഹൈഡ്രേഷനോ ഒന്നും ഈ ഒരു മോയ്സ്ചറൈസർ കാരണം കിട്ടണം എന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രോസും കോൺസും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ മിനിയിൽ അത് ഇൻവെസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് മാത്രം നമ്മൾ വലിയ ബോട്ടിൽ നിങ്ങളുടെ സ്കിന്ന് ഓക്കെ ആണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ പലപ്പോഴും നമ്മൾ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുമ്പോഴത്തേനും ഡോട്ട് ആൻഡ് കീ വെബ്സൈറ്റിൽ നിന്ന് ഇതേപോലുള്ള മിനീസ് ഫ്രീ കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ലിങ്കും ഡിസ്കൗണ്ട് കോഡും എല്ലാം താഴെ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കോൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ മോയ്സ്ചറൈസേഷൻ ആൻഡ് ഹൈഡ്രേഷൻ കപ്പാസിറ്റി 72 hours വരെ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ക്ലെയിമിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം 72 hours വരെ നമ്മൾ കുളിക്കാണ്ടൊന്നും നനയ്ക്കാണ്ടൊന്നും ഇരിക്കണമെന്നില്ല. എന്തായാലും നമ്മൾ ഫേസൊക്കെ വാഷ് ചെയ്യും. സോ ആ ഒരു ക്ലെയിം എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല. 72 hours മോയ്സ്ചറൈസേഷൻ കുറച്ച് കടന്നുപോയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ക്ലെയിം ഒന്നും വിശ്വസിക്കേണ്ട. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന അത്രയും നേരം ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കിയിട്ട് മോയ്സ്ചറൈസ് ആക്കിയിട്ട് നമ്മുടെ സ്കിന്നിനെ വെക്കുന്നുണ്ട്.